എങ്ങനെയായിരുന്നു ലോകയിലേക്ക് എത്തിയ ഒരു യാത്ര? ലോകയിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു വിവേക് എൻ്റെ. അപ്പം ഒരു ദിവസം പുള്ളി പെട്ടെന്ന് എറണാകുളത്തിനോട്ട് വരാനായിട്ട് എനിക്കൊരു കോൾ വന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഓഡീഷനായിരുന്നു. 200 കോടി ക്ലബ്ബ് അതിലേക്ക് എത്തിയ സിനിമയുടെ ഭാഗം കൂടെ ആണ്. അതെ. പിന്നെ പറഞ്ഞു വരുമ്പം മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ കല്യാങ്കാട്ട് നീലിയുടെ അച്ഛനാണ് ആക്ച്വലി. അതാണ് സിനിമയാണ് നമ്മുടെ പാഷൻ. ഞാനൊരു 10-12 വർഷമായിട്ട് സിനിമയിലോട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹേഷിൻ്റെ പ്രതികാരം തൊട്ടാണ് ചെറുതായിട്ട് മുഖമൊക്കെ കാണിച്ചു തുടങ്ങിയത്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സിനിമയിലെത്തിയപ്പോൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി. അപ്പോൾ അത് ശരിക്കും ഈ ഒരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണോ അതോ പാടാണോ? നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു സ്ട്രഗിളിംഗ് ആണ്. ഞാൻ സിനിമയിൽ കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ഏകദേശം ഒരു 5 വർഷത്തോടെ ഇവിടെ ചെറിയൊരു സാലറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ വീക്കെൻഡ് എറണാകുളത്ത് നിൽക്കാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പടം വരുമ്പോൾ പോസ്റ്ററുകൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും ഭയങ്കരമായിട്ട്. പിന്നെ അത് നമ്മളെ അറിയാവുന്ന ഏതെങ്കിലും അസോസിയേറ്റ്സോ അസിസ്റ്റൻസോ ഉണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളോ ഉണ്ടോ, അപ്പോൾ ഉണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്യും, എനിക്ക് ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. മറ്റേ ഓഡീഷൻ വഴി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരക്ടറിലോട്ടൊക്കെ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യുന്നൊക്കെ ഓഡീഷൻ ആ ടൈമിലാണ് നമുക്ക്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഓഡീഷനിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. സിനിമ ബ്രാൻഡിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ലോക സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതിൽ നമ്മുടെ കല്യാണിയുടെ ചെറുപ്പം കാണിച്ച ദുർഗയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് വന്നിട്ടുള്ള ആളാണ് നൗഫൽ. വെൽക്കം. സോ എങ്ങനെയായിരുന്നു ഇപ്പോൾ ലോകയിൽ ഈ ഒരു പഴയ കാലഘട്ടം ചിത്രീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇത് അതിരപ്പള്ളിയിൽ അതിൻ്റെ ഉള്ളിലൊരു കാട്ടിലായിരുന്നല്ലോ ഷൂട്ട് ചെയ്ത്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ആ ഒരു സെറ്റിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഭാഗമായപ്പോൾ തന്നെ എന്തായിരുന്നു തോന്നിയത്? നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് അതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് പറഞ്ഞത്. ഇപ്പം അതിരപ്പള്ളിയിൽ ഞങ്ങൾ ഏകദേശം ഒരു 10-200 ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം കൂടെ കൂടിയുള്ള ക്രൂ ആണ്. അപ്പോൾ കാടിനുള്ളിലാണ്, നമുക്ക് റേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകതരം ഡ്രസ്സിങ് ഒക്കെയാണ് സിനിമ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി 4 നമ്മൾ കാടിൻ്റെ അവിടെ ചെല്ലും. പിന്നെ രാവിലെ 4 മണി 4:15 ചെന്ന് കഴിയുമ്പോൾ പിന്നെ മേക്കപ്പ്, ഡ്രസ്സിങ്, എല്ലാവരും ഇത്രയും പേര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഒരു 6 മണിയോടുകൂടി നമ്മൾ ലൈറ്റ് വരുന്നതോടുകൂടി സെറ്റിൽ ചെല്ലും. സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് പോകുന്നവരെയുള്ളൊരു ഷൂട്ടായിരുന്നു ഒരു 10-12 ദിവസം ആ കാടിനുള്ളിലുണ്ടായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. എങ്ങനെയായിരുന്നു ലോകയിലേക്ക് എത്തിയ ഒരു യാത്ര? ലോകയിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു വിവേക് എൻ്റെ. അപ്പം ഒരു ദിവസം പുള്ളി പെട്ടെന്ന് എറണാകുളത്തിനോട്ട് വരാനായിട്ട് എനിക്കൊരു കോൾ വന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഓഡീഷനായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഓഡീഷനാണ് വന്ന് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഓഡീഷന് വെച്ച് തന്നെ സെലക്റ്റായി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്രയും വലിയൊരു ഫിലിമാണെന്നറിയാം, വേഫറിൻ്റെ പ്രൊഡക്ഷനാണെന്നറിയായിരുന്നു. ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ അറിയത്തില്ല. 200 കോടി ക്ലബ്ബ് അതിലേക്ക് എത്തിയ സിനിമയുടെ ഭാഗം കൂടെ ആണ്. അതെ അതെ. പിന്നെ പറഞ്ഞു വരുമ്പം മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ കല്യാങ്കാട്ട് നീലിയുടെ അച്ഛനാണ് ആക്ച്വലി. അതാണ് വരുന്നത്. സോ എങ്ങനെയായിരുന്നു? അഭിനയം തന്നെ ആണോ അപ്പം പാഷൻ? അഭിനയമാണ് നമ്മുടെ പാഷൻ. ഞാനൊരു 10-12 വർഷമായിട്ട് സിനിമയിലോട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹേഷിൻ്റെ പ്രതികാരം തൊട്ടാണ് ചെറുതായിട്ട് മുഖമൊക്കെ കാണിച്ചു തുടങ്ങിയത്. അഭിനയം തന്നെയാണ് നമ്മുടെ മെയിൻ പാഷൻ. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് മെയിൻ പാഷൻ. പിന്നെ നമ്മൾ ഓഡീഷൻ, അതെല്ലാം ലൊക്കേഷൻ വഴി നടന്ന് ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ച് അവരെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഒരു സിനിമാക്കാരെങ്കിലും ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വിളിച്ചുള്ള കണക്ഷൻ മുഖേനയാണ് സിനിമയിലോട്ടൊക്കെ എത്തപ്പെടുന്നത്. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും അപ്പം ഓഡീഷൻ വഴി കയറിയതായിരുന്നു? അന്വേഷിപ്പിൻ കണ്ടെത്തും ഓഡീഷൻ അല്ല, അതിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ചിത്രീകരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൊക്കേഷനൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വിവേകായിരുന്നു അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം അങ്ങനെ അതിനകത്തോട് ഓഡീഷൻ ഇല്ലാതെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഡയറക്ടറിനൊക്കെ ഒരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് കാസ്റ്റ് ചെയ്ത്. വിവേകായിട്ട് അതിന് മുമ്പുള്ള ഒരു 8 കൊല്ലം മുമ്പുള്ളൊരു ബന്ധമുണ്ട്. അന്നോട്ട് വിവേകിനെ എങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു പടത്തിൽ എൻ്റെ ഒരു സോങ്ങിൻ്റെ ഷൂട്ടിന് ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം അന്നോട്ടിങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് അതായത് അങ്ങനെയാണ് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടെന്ന് പറയുന്ന ഇതാണല്ലേ? അതെ അതെ അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു കട്ടപ്പനക്കാരൻ സിനിമയിലേക്ക് വരുന്നു. അതിനപ്പുറത്തേക്കും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സിനിമയിലെത്തിയപ്പോൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി. അപ്പോൾ അത് ശരിക്കും ഈ ഒരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണോ അതോ പാടാണോ?
നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു സ്ട്രഗ്ലിംഗ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാൻ സിനിമയിൽ കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ഏകദേശം ഒരു 5 വർഷത്തോടെ ഇവിടെ ചെറിയൊരു സാലറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ വീക്കെൻഡ് എറണാകുളത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോബിൻ്റെ ഇത് വെച്ച് വീക്കെൻഡ് ഫ്രീ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ വീട് സെറ്റ് വഴിയൊക്കെ പോയി ഇങ്ങനെ കണക്ഷനൊക്കെ ഉണ്ടാക്കും, അതിൻ്റെ അസോസിയേറ്റ്സ് അസിസ്റ്റൻസ്. അപ്പോൾ പിന്നെ അവർ അടുത്ത പടം ചെയ്യുമ്പോൾ അതിലോട്ട് കോൾ ചെയ്ത് അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പടം വരുമ്പോൾ പോസ്റ്ററുകൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും ഭയങ്കരമായിട്ട്. ഇതിനകത്ത് നമ്മളെ അറിയാവുന്ന ഏതെങ്കിലും അസോസിയേറ്റ്സോ അസിസ്റ്റൻസോ ഉണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളോ ഉണ്ടോ, അപ്പോൾ ഉണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്യും, പുതിയ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ റീസെൻ്റ്ലി ആണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്, മറ്റേ ഓഡീഷൻ വഴി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യുന്നൊക്കെ ഓഡീഷൻ ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഓഡീഷനിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി റീസെൻ്റ്ലി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം കൂടുതലായിട്ട് ഓഡീഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ സെറ്റിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസത്തെ ഷൂട്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരു ഈക്വൽ ഇൻവോൾവ്മെൻറ്റും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഓവറോൾ ആ ടീമും ആൻഡ് ആ ക്രൂ ആൻഡ് കാസ്റ്റ് നിങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു സിംഗ് എങ്ങനെയായിരുന്നു? നമുക്ക് ഇതിനകത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാവരും. നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ്, നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. എൻ്റെ അസിസ്റ്റൻസ് ആണെങ്കിലും അസോസിയേറ്റ് ആണെങ്കിലും ഡയറക്ടർ ഡൊമിനിക്കാരനാണെങ്കിലും ക്യാമറമാൻ നിമിഷായിട്ടാണെങ്കിലും പിന്നെ എൻ്റെ കൂടെ കോ ആക്ട് ചെയ്ത നിത്യശ്രീ, യുഗൻ, അങ്ങനെ പിന്നെ സ്തുതി അങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു ക്രൂ ഉണ്ട്. ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും അങ്ങനെ അവരൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്താണ്. അപ്പോൾ എൻ്റെ ക്രൂ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സ്ക്രീനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അവർക്കാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകം ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഈ ഒരു കരിയറിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിട്ട് തോന്നുന്നുണ്ട്? ഇപ്പോൾ കരിയറിൽ മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിൽ സിനിമാക്കാരായിരുന്നു. നാട്ടിൽ അറിയാവുന്നവരും കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനുണ്ടല്ലോ. അപ്പം അറിയത്തില്ലാത്തവരും ഇപ്പം ഈ ലോകം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് അറിയത്തില്ലാത്തവർ നമ്മളെ കാണുന്നു. ലോകയിൽ ചെയ്താൽ അത് നമുക്ക് പുതിയൊരു അനുഭവമാണ്. അറിയത്തില്ലാത്തവർ കാണുമ്പോഴാണല്ലോ നമ്മളൊരു നടനായി മാറുന്നത്. പിന്നെ ഒരുപാട് അപ്രിസിയേഷൻ, ഒരുപാട് US എന്ന് UK എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ട് മെസ്സേജ് അയക്കും. പിന്നെ സിനിമയിലുള്ള നമ്മൾ ഇത്ര നാളും ട്രൈ ചെയ്ത ഡയറക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. പിന്നെ ഒരു പടത്തിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു കോള് വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ഇതിന് ശേഷം കോള് വന്നോ സിനിമ? ഒരു കൺഫേം ആയിട്ടില്ല, എന്നാലും ഒരു ചെറിയൊരു കോള് വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഇപ്പം ഇതിൽ ലോകലെവിനെ നോക്കിക്കഴിഞ്ഞാൽ ദുർഗയുടെ ഒരു പെർഫോമൻസ് ഇപ്പം ഭയങ്കരമായിട്ട് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നതാണ്. അത്രയും ചെറിയ കുട്ടി ഇത്രയും വലിയൊരു ഫൈറ്റ് സീൻ ആണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും എല്ലാം ഭയങ്കര മികച്ചതായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പം അവിടെ നിന്നത് നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ദുർഗയെ പറ്റി പറയാനുള്ളത്? ദുർഗയെ പറ്റി പറയാനായിട്ട് നമുക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് നേരിട്ട് കാണുമ്പോൾ. കാരണം വെച്ചാൽ ഈ നമ്മൾ സാധാരണക്കാരൊക്കെ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. ഈ കുട്ടി ഒരു 6 മണിക്ക് വന്നാലും ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ 4-5 ലേറ്റ് പോകുന്നവരെ കുട്ടി ഒരു ടയേർഡും പറയാറില്ല. അത്ര എനർജിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ വിനോദേട്ടൻ, അവർ കളരി സംഘമാണ്. അപ്പോൾ വിനോദേട്ടനോടൊക്കെ ചോദിക്കുമ്പോൾ പറയും കുട്ടി 2 വയസ്സ് തൊട്ട് 4 മണി തൊട്ട് കളരിയിൽ അഭ്യാസം ചെയ്യുന്ന ആളാണ്. ഏകദേശം ഈ വിനോദ് പറഞ്ഞ ഈ റബ്ബർ ബാൻഡ് പോലെയാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്കത് കണ്ണിന് മുന്നിൽ കാണുമ്പോൾ അത് ആക്ഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ആക്ടിങ്ങും ചെയ്യുന്നുണ്ട് കുട്ടി. ഇപ്പം ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ ആക്ടിങ് രണ്ടും കൂടെയാണ് അറ്റ് ദ ടൈം ചെയ്യുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ്. പിന്നെ യാനിക് ബെന്നെ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു കൊറിയോഗ്രാഫറാണ് ഇത് ചെയ്തത്. അപ്പം ആ ഒരു സെറ്റിൽ നിൽക്കാൻ പറ്റി തന്നെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണും. ഇത്രയും പേരും ഒരുമിച്ച് ആ സെറ്റിലുണ്ടാവും. ഇപ്പൊ 10,000-2,000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇല്ല, 250 അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അത്രയും പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ആൾക്കാരുടെ കൂടെ സെറ്റിൽ നിൽക്കുമ്പം എങ്ങനെയായിരുന്നു? എല്ലാവരും നമ്മളെ ഭയങ്കര കംഫർട്ടായിരുന്നു. നിന്റെ ഡയറക്ടർ സാർ ഡൊമിനിക്കൻ ചേട്ടനാണെങ്കിലും ഭയങ്കര എൻ്റെ ക്രൂ ഭയങ്കര കംഫർട്ടായിരുന്നു. അങ്ങനെ നമുക്ക് വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കൂളായിട്ടാണ്, വെൽ പ്ലാൻഡ് ആയിരുന്നു. അവരാണെങ്കിലും വെൽ പ്ലാൻഡ് ആയിരുന്നു ഏതൊക്കെ സാധനം എടുക്കണം. അപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കറക്റ്റായിട്ട് തന്നെ കംഫർട്ടായിട്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ പോയി. അങ്ങനെ നമുക്ക് വലിയൊരു ഡിഫിക്കൽറ്റി ഒന്നും തോന്നിയില്ല ഷൂട്ടിനൊക്കെ. ഈ അഭിനയം ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? അഭിനയത്തിനോടുള്ള ഇഷ്ടം തോന്നാനൊക്കെ ഉള്ളൊരു കാരണം? അഭിനയത്തിനോടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ടെക്നിക്കലായിട്ടൊന്നും, അഭിനയമാണ് ആഗ്രഹം. നമ്മൾ ചെറുപ്പം തൊട്ടേ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 10-12 വർഷം മുമ്പൊക്കെ അന്നൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് പോർട്ട്ഫോളിയോ ആണ്. ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആൽബം പോലെ കൊണ്ട് നടക്കണം.
അപ്പോൾ അന്നോട്ടെ ആഗ്രഹം എങ്ങനെയും എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒക്കെ നമുക്ക് ഷോറിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ അഭിനയത്തിന് കുറച്ചുകൂടെ ആക്സസ് ആയി, നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ കാണാൻ പറ്റും. എൻ്റെ വശം മെയിനായിട്ടും അഭിനയമാണ്. നമുക്ക് പിന്നെ നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി സിനിമയുടെ മേഖലകളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖല കുറച്ചുകൂടി ഈസി ആയിട്ട് ആക്ടിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു അപ്പം ഈ പോർട്ട്ഫോളിയോ കൊണ്ട് നടന്ന് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് കാണിച്ച് അങ്ങനെയായിരുന്നു? അത് അന്നത്തെ കാലത്ത് അതാണ് ഞാനൊക്കെ ട്രൈ ചെയ്യുന്ന ടൈമിലൊക്കെ അന്നൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്ത് അതൊരു പോർട്ട്ഫോളിയോ പോലെ ആക്കിയിട്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഡയറക്ടർമാരുണ്ട് അവരുടെ വീട് വഴിയൊക്കെ പോയി ഇതിങ്ങനെ കാണിക്കും. അന്ന് വേറെ മീഡിയ ഒന്നുമില്ല, ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റായോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഓർക്കുന്നു അതിനുശേഷം 2-3 കൊല്ലത്തിന് ശേഷം ഓർക്കൂട്ടം എന്ന് പറഞ്ഞ ഒക്കെ ഒരു സാധനം വന്നു. അന്നൊക്കെ നമുക്ക് കോണ്ടാക്ട് കിട്ടുക, പിന്നെ നമ്മൾ സെറ്റ് വഴി, അന്ന് ഞാൻ കൂടുതൽ സെറ്റ് വഴി പോകാന്നുള്ളൂ. ഇന്നൊരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ പോയി സെറ്റിൽ ചെല്ലുമ്പം നമുക്ക് എന്തെങ്കിലും അത് നമുക്കറിയത്തില്ല. ഇപ്പം ആ പടം അതിന് മുമ്പ് എല്ലാം സെറ്റിലായിട്ടാണ് വരുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ സെറ്റിൽ ചെല്ലുമ്പം ഏതെങ്കിലും ഒരു വേഷമൊക്കെ അവിടെ നിൽക്കാനുള്ള വേഷമൊക്കെ കിട്ടും. അപ്പം അതിനകത്ത് കുറേ അസിസ്റ്റൻസും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കും. പിന്നെ അടുത്ത പടത്തിലോട്ട് തുടങ്ങുന്നതിനപ്പുറം നമുക്കറിയാം ഇവർ അടുത്ത കൊല്ലം പടം സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വേഷങ്ങൾ അങ്ങനെയാണ് കിട്ടിയത്. ആദ്യമായിട്ട് സെറ്റിൽ നിൽക്കുന്ന മഹേഷിന്റെ പ്രതികാരത്തിലായിരുന്നു? അല്ലല്ല, ഞാൻ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിലാണ് ഫസ്റ്റ് ടൈം പോകുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്? അല്ലല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനൂപ് എന്ന് പറഞ്ഞ പുള്ളി, ദിലീഷ് പോത്തൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ സിനിമാ മോഹമുണ്ട്, പുള്ളിയുടെ സ്റ്റുഡിയോയിലാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആ സെറ്റിലോട്ട് ചെല്ലുന്നത്. അവിടെ വെച്ച് കണ്ടാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത്. പിന്നെ അവിടെ ഞാൻ ഇന്ന് നിരന്തരം അതിൻ്റെ സെറ്റിൽ പോയി അതിൻ്റെ അസോസിയേറ്റ്സിനൊക്കെ ആയിട്ട് നമ്പറൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി വന്നത്. അഭിനയിക്കാൻ ആദ്യം നിൽക്കുന്ന അല്ല, അഭിനയിക്കാൻ നിൽക്കുന്ന മഹേഷിന്റെ പ്രതികാരത്തിലാണ് ഫസ്റ്റ് നമ്മൾ സ്ക്രീനിൽ. അതും ഒരു ഗംഭീര പടമായിരുന്നു, എൻ്റെ ചെറിയ പാട്ടാകാൻ പറ്റി. അത് നാട്ടിൽ തന്നെ? അതെ, നാട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട്. അതിനു മുമ്പ് 2 മാസം മുമ്പ് പ്രീക്ക് വേണ്ടി ഇവർ വരും. അപ്പം അങ്ങനെ ലൊക്കേഷൻ കാണിക്കാനും ഒക്കെ അവരുടെ കൂടെയൊക്കെ കുറേ നാൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും അടുത്ത ഒരു ഡയറക്ടറിന്റെ കോള് വന്നു എന്ന് പറഞ്ഞു ഇത് ലോകയ്ക്ക് ശേഷം. അതല്ലാതെ വേറെ ഏതെങ്കിലും വർക്ക് ഓൾറെഡി ചെയ്തത് ഇനി ഇറങ്ങാനുള്ളതുണ്ടോ? വർക്ക് ഞാൻ നാട്ടിലുള്ള 1-2 ഷോർട്ട് ഫിലിമുകൾ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഇറങ്ങാനുള്ളത് പുതിയതായിട്ടുള്ളത്. ആസ് ആൻ ആക്ടർ ഇപ്പൊ എങ്ങനെയാണ്, സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണോ ഇപ്പോഴും നിൽക്കുന്നത്? ഓഫ് കോഴ്സ്, ഇപ്പോഴും നമ്മൾ ഇനിയും ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ടാണ് എന്തെങ്കിലും ചാൻസ് കിട്ടുമോ. അപ്പം നമ്മൾ എവിടെയെങ്കിലും എത്തപ്പെടുന്നവരെ നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ അയക്കുന്ന മെസ്സേജസ് ഡയറക്ടേഴ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ചെയ്യുന്നത്? അപ്പോൾ വീണ്ടും അയക്കും അല്ലേ, അവർക്ക് ഡിസ്റ്റർബ് ആണെന്നറിയാം. പിന്നെ ചിലവർ നമുക്കൊരു ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ മനസ്സിലുണ്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഓൾമോസ്റ്റ് എല്ലാവരും റിപ്ലൈ ചെയ്യാറുണ്ട്, നോക്കാം അങ്ങനത്തെ റിപ്ലൈ ചെയ്യാറുണ്ട്. കാണാത്തവർക്കാണെങ്കിൽ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിമൈൻഡർ വെക്കും. 8 മണി 7 മണി സമയത്തൊക്കെ റിമൈൻഡർ വെക്കും, ഇന്ന ആളെ വിളിക്കണം. അപ്പോൾ വീണ്ടും അയക്കും, അല്ലെ വീണ്ടും വിളിക്കും. ഒരു 3-4 പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോൾ ഒന്നെടുത്തിട്ട് പറയും, സാധ്യതകളൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ഒരുപാട് വർഷമായല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ ഇനി ഇത് നോക്കണ്ട, മടുത്തു എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ പാഷനാണല്ലോ. അപ്പോൾ നമ്മൾ മടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അങ്ങനെ ഇതുവരെയും മടുപ്പ് വന്നിട്ടില്ല. ഇനി മുന്നോട്ട് തന്നെ പോകണമെന്ന് തന്നെയാണ് തീരുമാനം. എന്ത് സ്ട്രഗിൾ വന്നാലും നേരിടാൻ റെഡിയാണ്. ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇനിയും ലോകയുടെ ഇനിയും അടുത്ത ഭാഗങ്ങൾ വരുമ്പോഴും, ഇതിപ്പം ഞാൻ പറഞ്ഞു നീലിയുടെ അച്ഛൻ എന്നുള്ളൊരു വേഷമാണ്. അടുത്ത ഭാഗത്തിൽ സൂപ്പർ ഹീറോ ആയിട്ട് വേറെ ആളാണ് വരുന്നെങ്കിലും നീലിയുടെ ഒരു എക്സിസ്റ്റൻസോ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അടുത്ത ഭാഗങ്ങളിൽ ഒരു ഭാഗമായി വരാൻ ചാൻസ് ഉണ്ടാവുമോ? അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല, ഡയറക്ടറിൻ്റെയും ക്രൂവിൻ്റെയും ഡിസിഷനാണ്. ഓക്കെ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും. ഒരുപാട് ഇനിയും സിനിമ അവസരങ്ങളെല്ലാം തേടിയെത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഒരുപാട് സിനിമകളുടെ ഭാഗമായി ഇനിയും സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.